പലരും ലോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, ലോസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് 3 ഇമോഷൻസ് ഉണ്ടാവും. ഒന്ന് സാഡ്നെസ് ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. സോ ഈ ഒരു ഇമോഷൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ ഇമോഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. സോ ഇമോഷൻ ഇല്ലാതാവണമെങ്കിൽ വീണ്ടും ഇമ്മീഡിയറ്റ്ലി ഒരു ട്രേഡ് എടുത്ത് ഈ ലോസ് ഇല്ലാതാക്കണം. ആദ്യം വന്ന് ലോസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ട്രേഡ് എടുക്കുന്നത്. ആ ട്രേഡ് എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ട്രേഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന ട്രേഡ് ലോജിക്കൽ ആയിട്ടുള്ള ഒരു ട്രേഡ് അല്ല, നമ്മൾ നമ്മുടെ ഇമോഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ട്രേഡാണത്. അപ്പോൾ ലോ ക്വാളിറ്റി ട്രേഡ് എപ്പോഴും എഫക്റ്റ് ചെയ്യുക നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ആയിരിക്കും. കാരണം ലോ ക്വാളിറ്റി ട്രേഡ് ആകുമ്പോൾ ലോസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ലോസ് ഉണ്ടാവും. ആദ്യം ഓൾറെഡി ലോസ് ആണ്, ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇമോഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് വരും. ലോസ്, ഇമോഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോ ക്വാളിറ്റി ട്രേഡ്, അത് വീണ്ടും ലോസ്, അങ്ങനെ ഒരു റൗണ്ട് പോലെയാണ് പലരുടെയും ട്രേഡിംഗ് ജേർണി കടന്നു പോകുന്നത്. സോ ഇതിനെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക മാത്രമേ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ.